രാവിലെ ഒരു കുഞ്ഞിൻ്റെ മനോഹരമായൊരു പ്രസംഗം കേട്ടു. ഒരു കൊച്ചുമോളാണ്. അവളുടെ കോൺഫിഡൻസ് മാഷാ അല്ലാ എന്നെ വല്ലാണ്ട് ആകർഷിച്ചു. കാണാതെ പഠിച്ചു എന്നൊക്കെ പറഞ്ഞാൽ പോലും അത്ര ആത്മവിശ്വാസത്തോടെ ഒരു ആശയം അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഏതായാലും ആ കുഞ്ഞിൻ്റെ പ്രസംഗം വളരെ നന്നായിട്ടുണ്ട്. രാസലഹരിയാൽ ഭ്രാന്ത് പിടിച്ച കേരളത്തിന്റെ കൊടൂര കൗമാരമേ, എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? അപ്പോൾ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? സിന്തറ്റിക് രാസലഹരിയുടെ ഉന്മാദത്തിന്റെ തമോഗർത്തത്തിൽ തകർന്നടിയും മുൻപ് തിരിച്ചു വിളിക്കേണ്ടിയിരിക്കുന്നു ഈ സമൂഹത്തെ. തിരിച്ചു നടത്തേണ്ട കാലം ഭീകരമായി അതിക്രമിച്ചു പോയിരിക്കുന്നു. സോഷ്യൽ മീഡിയ വാർറൂമുകളിൽ തുണിവിഴിഞ്ഞാടി തെറിയഭിഷേകങ്ങളിലും നഗ്നത പ്രദർശനങ്ങളിലും ലഹരിയുടെ ഭീകരമായ മായ ലോകത്തേക്ക് അമ്മന്മാർക്ക് കൂച്ചു വിലങ്ങിടാൻ മുൻപിട്ടിറങ്ങിയ തൂഫാൻ കൊടുങ്കാറ്റഴിച്ചുവിട്ട പ്രിയപ്പെട്ട കേരളത്തിന്റെ പ്രിയങ്കരനായ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലാജി അങ്ങേക്ക് അഭിവാദ്യങ്ങൾ, 1000 പൂച്ചുണ്ടുകൾ. നമ്മളൊരു ദിവസത്തിൽ വളരെ സന്തോഷകരമായ മനസ്സോടെ നമ്മുടെ ചുറ്റുപാടുകളെ നോക്കിക്കണ്ടാൽ അന്ന് കാണുന്നതൊക്കെയും വളരെ സന്തോഷകരമായ കാഴ്ചകളായി നമുക്ക് തോന്നും. എന്നാൽ നമുക്ക് വലിയ ദേഷ്യഭാവത്തിൽ നമ്മൾ ചുറ്റുപാടുകളിൽ നോക്കിയാൽ നമ്മുടെ ഫോൺ ചിലപ്പോൾ വിളിക്കുമ്പോൾ എടുത്താൽ ഒക്കെ അത് ദേഷ്യമുണ്ടാക്കുന്ന ഘടകങ്ങളായി മാറും. ഇത് ചുറ്റുപാടുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രത്യേകതകൾ കൊണ്ടോ അല്ല. നമ്മുടെ മനസ്സ് സന്തോഷമാണോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ദേഷ്യമാണോ എന്നുള്ളതിനെ അനുസരിച്ചാണ്. നമ്മുടെ മനസ്സിൽ പകയാണെങ്കിൽ പകയായിരിക്കും ചുറ്റുപാടുകളിലെല്ലാം കാണുക. ഞാനിത് പറയാൻ ശ്രമിച്ചത് മറ്റൊന്നും കൊണ്ടല്ല. ഇന്നൊരു സന്തോഷകരമായ ദിവസമാണ്. എന്താണ് അതിൻ്റെ സന്തോഷം എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും സ്ഥാനമാനങ്ങളോ സാമ്പത്തികമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കിട്ടിയതുകൊണ്ടല്ല. ചില മനുഷ്യരുടെ സന്തോഷത്തിന് കൂടുതൽ നിറം നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സംഗതി. ഞാൻ തൂഫാനുമായി ബന്ധപ്പെട്ട ഒരു മകളുടെ വീഡിയോ കണ്ടു. മകളുടെ പേരറിയില്ല, ഊരറിയില്ല, ഒന്നും അറിയില്ല. പക്ഷേ അവളുടെ ഒരു ആത്മവിശ്വാസം എന്നെ വല്ലാതെ സ്പർശിച്ചു. ആ ആത്മവിശ്വാസം ഞാൻ പങ്കുവെച്ചത് വേറൊന്നും കൊണ്ടല്ല. എപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന പറയുന്നൊരു ഫിലോസഫി ഉണ്ടല്ലോ, അടുത്ത തലമുറ നമ്മളെക്കാൾ ഭംഗിയുള്ളവരായിരിക്കും എന്ന് പറയുന്ന വളരെ പോസിറ്റീവായൊരു തിങ്കിങ്. ആ അർത്ഥത്തിലാണ് ഈ വീഡിയോ പങ്കുവെച്ചത്. എങ്ങനെയോ ആ കുട്ടിയുടെ മാതാവും പിതാവും പലരുമൊക്കെ വിളിച്ചു. അവർ വളരെ സന്തോഷം രേഖപ്പെടുത്തി. അന്ന് അവരെന്നോട് അഭ്യർത്ഥിച്ചത്, സാർ എങ്ങനെയെങ്കിലും നമ്മുടെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ഒന്ന് കാണാൻ അവസരമുണ്ടാകുമോ, ഇതൊരു തൂഫാൻ പ്രസംഗമല്ലേ എന്ന്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ മകളുടെ പേര് ഹംദ ഷെറിൻ എന്നാണ്. അവൾക്കൊരു ജ്യേഷ്ഠനുമുണ്ട്, അഹമ്മദ് റഷാദ്. അവൾ 3ൽ പഠിക്കുന്നു, ആ മകൻ 4ൽ പഠിക്കുന്നു. അവർ രണ്ടുപേരും പഠിക്കുന്നത് GBUPS തത്തമംഗലത്താണ്. ഞാൻ ഇപ്പോഴത്തെ കുതിരയെടുപ്പത് ആളുണ്ട് നമ്മുടെ രമേശ് ചെന്നിത്തലയ്ക്ക് ചുറ്റും. അദ്ദേഹത്തെ എങ്ങനെയാണ് കാണാൻ കഴിയുക എന്ന് വലിയ പ്രയാസമാണ്. ഇന്നലെയും കണ്ടില്ലേ, അദ്ദേഹം എന്താണ് വളരെ വർദ്ധിത വീര്യത്തോടെ ചില ചെറുപ്പക്കാരായ മന്ത്രിമാരെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ കരുത്തോടെ മുന്നേറുകയാണ്. ഇന്നലെ അദ്ദേഹം പോയി കണ്ടത് നമ്മുടെ തമിഴ്നാട്ടിലെ വിജയിയെയാണ്. ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി ഞങ്ങൾ അരമണിക്കൂറിലേറെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഓപ്പറേഷൻ തുഫാൻ അദ്ദേഹം പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ചു. കേരള തമിഴ്നാട് ബോർഡറുകളിൽ പോലീസിനെ വിന്യസിക്കുന്നതും അതോടൊപ്പം തന്നെ ഇൻ്റലിജൻസ് ഷെയറിങ്ങും ഇൻഫർമേഷൻ ഷെയറിങ്ങുമായി അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ പ്രവീൺ ചക്രവർത്തി മെമ്പർ ഓഫ് പാർലമെൻറ്റും മറ്റ് നേതാക്കളോടൊപ്പം അദ്ദേഹത്തെ സന്ദർശിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം എല്ലാ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥന്മാരും സെക്രട്ടറിമാരുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ വെച്ച് ഓപ്പറേഷൻ തുഫാൻ ശക്തിപ്പെടുത്തുന്നതിനെ പറ്റി അദ്ദേഹം നിർദ്ദേശം കൊടുത്തു. കേരള തമിഴ്നാട് ബോർഡർ പരിപൂർണമായും
സർവേലൻസ് പോലീസിൻ്റെ സർവേലൻസ് കൊണ്ടുവരാനും ഇൻഫർമേഷൻ പരസ്പരം നൽകാനും ഇൻ്റലിജൻസ് ഷെയർ ചെയ്യാനും ഒക്കെ തീരുമാനിച്ചു. വളരെ അനുകൂലമായൊരു അന്തരീക്ഷമാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം തന്നെ ഒരു മാരത്തോൺ റണ്ണിൽ പങ്കെടുക്കുകയുണ്ടായി. ഇതിനെതിരായി അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെട്ടത് കേരളത്തിലേക്ക് വരണം. മോഹൻലാൽ ആണ് നമ്മുടെ ബ്രാൻഡ് അംബാസഡർ. മോഹൻലാലും വിജയും കൂടി ജില്ല എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടി പങ്കെടുക്കുന്ന ഒരു പരിപാടി, കേരള മുഖ്യമന്ത്രി വി ഡി സതീശനെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു പരിപാടി ഞങ്ങൾ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് എറണാകുളത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മയക്കുമരുന്നിനെതിരെ, ലഹരിക്കെതിരെ ഒരു വലിയ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം കൈകോർക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് തയ്യാറായതിൽ അദ്ദേഹത്തോട് പ്രത്യേകം നന്ദി പറയുന്നു. അദ്ദേഹം വളരെ വിശദമായി 1/2 മണിക്കൂർ നേരം ഈ കാര്യം ചർച്ച ചെയ്തു. ഫലപ്രദമായ നിലയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ കേരള പോലീസും തമിഴ്നാട് പോലീസും തമ്മിൽ വിവരങ്ങൾ കൈമാറിക്കൊണ്ട് ഈ മാഫിയയ്ക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് അറിയിക്കാൻ. കണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇതിനു മുമ്പ് ആകസ്മികമായി ബാംഗ്ലൂർ യാത്രയ്ക്കിടയിൽ വളരെ സ്വസ്ഥമായി രമേശ് ചെന്നിത്തല സാറിന് എൻ്റെ കയ്യിൽ കിട്ടി. ഞങ്ങൾ ഒരുമിച്ച് കുറേ നേരം ഉണ്ടായിരുന്നു. എയർപോർട്ടിനകത്തെ ലോഞ്ചിലിരുന്നപ്പോൾ ഞാൻ ഈ വീഡിയോ ക്ലിപ്പ് കാണിച്ചു കൊടുത്തു. പുള്ളി വലിയ ആശ്ചര്യജനകമായി, അദ്ദേഹത്തിന് ചില പ്രത്യേക ഭാഗങ്ങളുണ്ട്, ചില മൂഡിൽ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നോക്കി ഇരുന്ന് കാണും. അങ്ങനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഈ കുട്ടിക്കും കുടുംബത്തിനും ഒരു ആഗ്രഹമുണ്ട്, ഒന്ന് കാണണം, അവരാവശ്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. അവരെ വിളിക്ക് ഇപ്പോൾ കണ്ടു കളയാമെന്നും പറഞ്ഞിട്ട് അവർ ബുധനാഴ്ച ക്യാബിനറ്റാണ്. പ്രതീക്ഷ അപ്പം തന്നെ നോക്കി അതിൻ്റെ ടൈമൊക്കെ തന്നു. പക്ഷേ അന്നാണ് ഈ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയിയെ കാണാനായിട്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം അങ്ങ് പോവുകയും ചെയ്തു. ആ കുടുംബം തിരുവനന്തപുരത്ത് വന്ന് താമസിച്ചു. എനിക്ക് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തേക്ക് പോകേണ്ട ഒരാവശ്യം അന്നില്ല. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഈ ഇത്രയും താല്പര്യത്തോടെ ഈ മക്കളെ കാണിക്കാനായി ഒരു കുടുംബം എത്തുമ്പോൾ അതിൻ്റെ ഒരു കാരണക്കാരനായി ഞാൻ മാറുമ്പോൾ പിന്നെ ഞാൻ മാറി നിൽക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് അതിനുവേണ്ടി മാത്രം അവിടെ പോയി രാത്രി വരെ നിന്നു. പക്ഷേ അദ്ദേഹം തിരിച്ചു വന്നില്ല. പിന്നെ ഇന്ന് രാവിലെ അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം അവരെ കണ്ടു, ആ കുട്ടികളെ അഭിനന്ദിച്ചു. അവർക്ക് ഒത്തിരി സന്തോഷമായി. സോഷ്യൽ മീഡിയ വാർറൂമുകളിൽ തുണിവിരിഞ്ഞാടി തെറിയഭിഷേകങ്ങളിലും നഗ്നത പ്രദർശനങ്ങളിലും ലഹരിയുടെ ഭീകരമായ മായ ലോകത്തേക്ക് മാർക്ക് പൂച്ചു വിലങ്ങിടാൻ മുൻപിട്ടിറങ്ങിയ തൂഫാൻ കൊടുങ്കാറ്റഴിച്ചുവിട്ട പ്രിയപ്പെട്ട കേരളത്തിന്റെ പ്രിയങ്കരനായ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലാജി അങ്ങേക്ക് അഭിവാദ്യങ്ങൾ, 1000 പൂച്ചുണ്ടുകൾ. വേണ്ടി വന്നാൽ നടു റോട്ടിൽ പട്ടട ഒരുക്കുക. അതാണ് സമൂഹത്തിന്റെ നിലനിൽപ്പിന് അഭികാമ്യമായിട്ടുള്ളത്. രമേശ് ചെന്നിത്തല സാറേ, ഈ അധികാരസ്ഥാനത്തിരിക്കുമ്പോൾ ആളുകളുടെ ഒരു തള്ളലും അതുപോലെ തന്നെ വിള്ളലും ഒക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ആളാണല്ലോ അങ്ങ്. ഇതുപോലെ ചില മനുഷ്യരോടൊപ്പം അവരുടെ സന്തോഷത്തിനായി അല്പസമയം നീക്കിവെച്ചാൽ അത് മാറാതെ നിൽക്കും. ഇനി എവളും ഈ മകനും എത്ര വളർന്നാലും അവരുടെ ഓർമ്മകളിൽ ഈ ആഭ്യന്തരമന്ത്രി അഭിനന്ദിച്ച നിമിഷങ്ങളുണ്ടാവും. ആ സന്തോഷം അല്ലെങ്കിൽ അതിന് കാരണക്കാരനായി മാറാൻ കഴിയുന്നു എന്ന് പറയുന്ന സന്തോഷമുണ്ടല്ലോ, അതെത്ര വലിയ സന്തോഷമാണ്, എത്ര വലിയ സന്തോഷം. നമ്മളിപ്പോൾ ഈ ട്രാൻസ്ഫറിന്, പോസ്റ്റിങ്ങിന്, മറ്റേനൊക്കെ ഇടപെട്ടാൽ അത്തരം ആളുകളൊക്കെ അവരവരുടെ ആവശ്യത്തിന് അപ്പോൾ വരുന്നവരാണ്. അത് മനസ്സിലൊന്നും ഉണ്ടാവണമെന്നില്ല. അതൊക്കെ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ ദന്തഗോപുരത്തിൽ നിന്ന് ഇറങ്ങി താഴെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ തിരക്ക് പോലുമില്ല. നമ്മുടെ നമ്പറും ഡിലീറ്റ് ചെയ്ത് ആ സ്ഥലത്ത് വേറെ നമ്പർ സേവ് ചെയ്യും. പക്ഷേ ഇതൊക്കെ മായാതെ കിടക്കും ആ നിമിഷങ്ങൾ.